കോഴ്സ് അതൊരു കിച്ചൺ ആണല്ലോ. കിച്ചണിൽ ഒരു സിലിണ്ടർ കാണും, കൊച്ചിനെ നീ വലിച്ചെറിയുന്നു, പിന്നെ സിലിണ്ടർ കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്റേതായ രീതിയിൽ നീ ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി അവിടെ കസറിയുന്നു റാസ്കൽ എന്നൊരു വിളിയുണ്ട്. അച്ഛനായാലും അച്ഛനായാലും കൊച്ചനായാലും എല്ലാവരും ഒരു കണക്കിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ, ആ സേട്ടിട്ട് തലമുണ്ടൊക്കെ അടി തന്നേനെ, മുഖം പിടിച്ച് ഭിത്തിയിൽ വരയ്ക്കണം. അത് അച്ഛൻ പറഞ്ഞു തന്നേ കുറച്ചുകൂടെ ഞാൻ കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എനിക്ക് അന്ന് തോന്നി. ഹായ്, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമ, അതിലെ കൊടും ക്രൂര വില്ലൻ മാർക്കോ സിനിമയിലെ അഭിമന്യു ആണുള്ളത്. അഭിമന്യു, സ്വാഗതം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അഭിനന്ദനത്തിന് ഒതുക്കാൻ പറ്റില്ല, കാരണം വൈൽഡ് ഫയർ ആയിരുന്നു സിനിമ മൊത്തം. എന്ത് തോന്നുന്നു? അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം അത്രയും ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത്ര നാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടി? അല്ല, ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ല, ഇത്ര നാളെ വെയിറ്റ് ചെയ്യുന്ന ബേസിക്കലി എൻജോയിങ്. പഠിത്തം എല്ലാം കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാം സെറ്റിൽഡ് ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. അവസരങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ കൂടുതൽ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു വന്നിരുന്നത്. അപ്പൊ അന്ന് മാക്സിമം എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും എന്താണ് ഒരുപാട് വന്നെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്ത് പോകണം തന്നെയാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തത്? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അത് അതിനോട് ഇഷ്ടം കൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹം കൊണ്ട് തന്നെ പഠിച്ചതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഡിഗ്രി വേണമല്ലോ, എന്തെങ്കിലും വേണമെന്നുള്ള പഠിച്ചതല്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമായത് കൊണ്ടും അതുകൊണ്ട് എടുത്തതാണ്. അച്ഛന് എന്താ പറഞ്ഞ ഈ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോൾ? സിനിമ കണ്ടതിന് ശേഷമാണോ അത് വരുന്നതിന് മുമ്പ് അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നോ ക്യാരക്ടറിനെ പറ്റി? അങ്ങനെയായിട്ടൊന്നും പറയാം. അച്ഛൻ കൂടുതലും ഇങ്ങനത്തെ ഈ ഇത് കൂടുതലും സ്വാഗ്, ആറ്റിറ്റ്യൂഡ് പിടുത്തം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അത് നീ കുറച്ച് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഡയറക്ടർ ഹനീഫ് സാറും അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു ആദ്യമേ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടറാന്നൊക്കെ ഞാൻ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ ഹനീഫ് സാറിന് വേണ്ട അതേ സംഭവം തന്നെയായിരുന്നു. ഹനീഫ് സാർ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ സംഭവങ്ങളുണ്ടല്ലോ, അത് തന്നെ അച്ഛനും പറഞ്ഞു തരാം. നീ പുള്ളിക്ക് ഇതായിരിക്കും വേണ്ടത്, നീ കുറച്ചൊരു ഫോക്കസ് ചെയ്യും. അങ്ങനെ ഞാൻ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ നോക്കി തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെതായ അവരുടെയൊക്കെ നോക്കി പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ അതിനെ മോഡിഫൈ ചെയ്തെടുക്കുമായിരുന്നു. അഭിനയത്തിലേക്കുള്ള സ്വാധീനിച്ചത് ആരാണ്? അച്ഛനാണോ, ഇളയച്ചനാണോ, മുത്തച്ഛനാണോ? സ്വാധീനം എന്നല്ല, എനിക്ക് അവരുടെ ഇത് കണ്ട് എനിക്കും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹം ചിലയിട്ടുണ്ടായിരുന്നു. അത് അവരെല്ലാവരും അതിനകത്ത് ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഇന്നൊരാൾ നിന്നല്ല. അച്ഛനായാലും അച്ഛനായാലും കൊച്ചനായാലും എല്ലാവരും ഒരു കണക്കിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലുവൻഷ്യൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പോലും ആ ഒരു പാത്ത് തന്നെ എനിക്ക് എടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ക്യാരക്ടർ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു കൊച്ചുകുട്ടിയോട് പോലും ക്രൂരത ചെയ്യാനുള്ള ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തപ്പോഴത്തേക്കും എന്താ ആദ്യം മനസ്സിൽ തോന്നിയത്? ഹനീഫ് സാറോട് ആദ്യം സംസാരിച്ചപ്പോൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടറാണ്, പക്ഷെ വെറും ഒരു വില്ലനല്ല, ഇന്നോടത്തെ ഒരു സൈക്കോ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ വെച്ചില്ല, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം വേറൊരു വില്ലൻ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും വില്ലന്മാർ എപ്പോഴും ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത്രയും ബ്രൂട്ടൽ സംഭവമാണെന്ന് എനിക്ക് അറിയില്ല അന്നേരം. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അടുത്ത ദിവസം ഞങ്ങൾ നേരി കണ്ടു, എറണാകുളത്ത് നിന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ ഹനീഫ് സാറിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മേ. പക്ഷെ അന്നേരം പറഞ്ഞപ്പോൾ ഇത്രയും ഒരു വയലൻസ് സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് നേരിൽ പറയുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു 1-2 സിറ്റിംഗ് ഒക്കെ ഇരുന്ന് ഇത് 3ാമത്തെ തവണയാണ് ഹനീഫ് സാർ കുറച്ചും കൂടെ വിശദീകരിച്ച് എൻ്റെ അടുത്ത്. അപ്പോഴാണ് സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഡെവലപ്പായി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊരു സംഭവം, ഇത്രയും വയലൻസ് സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ എനിക്ക് പറയുന്നത്. പിന്നെ നിങ്ങൾക്കെല്ലാം കണ്ട സിലിണ്ടർ സീനൊന്നും അന്നേരം എൻ്റെ അടുത്ത് സാർ ഷെയർ ചെയ്തിട്ടില്ല. അന്നേരം ഇത് ഉണ്ടാകുമെന്ന് അറിയില്ല. പക്ഷേ ആ ഷൂട്ടിംഗ് സമയത്ത് തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നീ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ എന്താ തോന്നിയത് മനസ്സിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെയാണ് സംഭവം, സിലിണ്ടർ കൊണ്ട് വെച്ചാൽ ഓഫ് കോഴ്സ് അതൊരു കിച്ചൺ ആണല്ലോ. കിച്ചണിൽ ഒരു സിലിണ്ടർ കാണും, കൊച്ചിനെ നീ വലിച്ചെറിയുന്നു, പിന്നെ സിലിണ്ടർ കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്റേതായ രീതിയിൽ നീ ചെയ്തേക്കാൻ പറഞ്ഞു. നീ സാധനം കൊണ്ട് അതുകൊണ്ട് അവനെ കൊല്ലണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെതായ രീതിയിൽ മൊത്തം ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് ഇത് ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുകയല്ല, കുറെ സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു. അങ്ങനല്ലേ, എനിക്ക് എല്ലാവരും അതിന്റെ പേടി എന്തായിരുന്നു. ഒരുപാട് ആദ്യമൊക്കെ ഒരുപാട് നെർവസ് ആയിരുന്നു. ആദ്യം നല്ല ആ നെർവസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഹനീഫ് സാറാണ് ഉണ്ണിച്ചേർന്നാൽ അവർ നമ്മളെ കംഫർട്ട് ആക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അങ്ങ് കുറച്ച് കംഫർട്ടബിൾ ആയെന്നേ ഉള്ളൂ. നെർവസ്നെസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ കംഫർട്ട് കുറച്ചുകൂടെ അവരെയൊക്കെ സ്ഥിരം കണ്ട് ഫേസ് ഒക്കെ ഫെമിലിയർ ആയപ്പോഴേക്കും കംഫർട്ടബിൾ ആയെന്നേ ഉള്ളൂ. വെറുപ്പിന്റെ അവസാനം ഇഷ്ടം തോന്നി തുടങ്ങിയോ ആളുകൾക്കൊക്കെ? ഓരോരുത്തരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്ര ഒരുപാട് പേര് ഫോളോവേഴ്സ് കൂടിയല്ലേ, ഒരുപാട് പേര് എന്താണ് കൈ കിട്ടിയ ചൂക്കുറ്റി പറഞ്ഞു തരണം. പിന്നെ ഒരു ലേഡി
അവിടെ കാണാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, ആ സിഗരറ്റ് തലമുണ്ടൊക്കെ അടി തന്നേനെ, മുഖം പിടിച്ച് ഭിത്തിയിൽ വരയ്ക്കണം, ഒരുപാട് പേര്. നേരിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ഇതുവരെ? അച്ഛൻ എങ്ങനെയാണ്, സ്ട്രിക്റ്റ് ആണോ വീട്ടില്? ഓ അല്ല, അമ്മയാണ് സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് അങ്ങനെ അല്ല. ഇപ്പൊ ഡയറ്റ് ഒക്കെ ആണെങ്കിൽ ഇതിന് ഒരുപാട് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ കുറച്ച് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന് ഡയറ്റ് ഒക്കെ ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് ഫുഡിന് അത് കുറച്ച് കൺട്രോൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഫുഡ് കഴിക്കുന്നത്, ഭയങ്കര ഒരു ഫുഡിയാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഡയറ്റിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അത് കുറച്ച് പാടുപെട്ടൊരു കാര്യമാണ്. അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഡയറ്റ് ഫോളോ ഡയറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ക്യാരക്ടർ ആവണമെന്ന് ഹനീഫ് സാറ് പറഞ്ഞിരുന്നു. നിന്റെ കുറച്ച് ഫേസിലെ ചബിനെസ് കുറച്ചും കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, പ്രത്യേകിച്ച് എന്താണ് 0 കാർബ്, ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചു, പിന്നെ 30 എഗ് വൈറ്റ്സ് ആക്കി, 30 എഗ് വൈറ്റ്, പിന്നെ ഒരു 400 ഗ്രാം ചിക്കൻ, വെജിറ്റബിൾസ്, ചോറ് കംപ്ലീറ്റ് ആയിട്ട്. എനിക്കൊന്ന് ഫെബ്രുവരിക്ക് ശേഷം ഞാൻ ഓണത്തിന് ചോറ് കഴിച്ചു, അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ, വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. അത് തന്നെയായിരുന്നു, ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെ വരുമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര എക്സ്ട്രീം ഡയറ്റ് ആയിരുന്നു. അവസാനത്തെ കുറച്ച് ദിവസമൊക്കെ വാട്ടർ കട്ടൊക്കെ ചെയ്യേണ്ടി വന്നു. അമ്മ കണ്ടോ സിനിമ? കണ്ടു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയാൽ കണ്ടു. ഫസ്റ്റ് ഡേ കണ്ടു. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു പുറത്ത് നിന്നപ്പോ ഡെലിവറിക്ക് പുറത്ത് നിൽക്കുന്ന ആ സീൻ. എന്താ പറഞ്ഞ അച്ഛന് കണ്ടു കഴിഞ്ഞിട്ട്? അല്ല, അവർക്കൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്ന അവർക്ക് അറിയില്ലല്ലോ. അച്ഛൻ ഡബിങ്ങിന് ഒരു ദിവസം വന്ന് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നുള്ളതല്ലാതെ അച്ഛൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലൊരു ഇതാകെ കാണുമല്ലേ, അച്ഛൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും കൂടെ ആയിരിക്കാം അവൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ അത് റെഫർ ചെയ്തത് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ ലേബർ റൂമിന്റെ വെളിയിൽ കാത്തു നിൽക്കുന്ന അതേ അവസ്ഥയായിരുന്നു. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ആദ്യത്തെ സിനിമ തന്നെ നെഗറ്റീവ് ക്യാരക്ടറാണ് വന്നതല്ലേ, അത് തന്നെ സിക്സർ അടിച്ചു കഴിഞ്ഞു. എന്താ തോന്നുന്നത്? ഒരു സന്തോഷമുണ്ട്. പിന്നെ ക്യാരക്ടറിന് ആ ഒരു എല്ലാം അതും എന്റെ കളിത്തൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഹനീഫ് സാറിന്റെ ക്രെഡിറ്റ് ആണ്, ഡയറക്ടറുടെ ക്രെഡിറ്റ് ആണ്. ഹനീഫ് അദേനി എന്ന് പറയുന്ന മനുഷ്യന്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ആ ക്യാരക്ടറിനെ സാർ എന്നോട് പറഞ്ഞു, ഇന്നതുപോലെയാണ് എനിക്ക് വേണ്ടത്, ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ. സാറിന്റെ മനസ്സിലുണ്ടാക്കിയ ക്യാരക്ടറിനെ മേക്കപ്പ് മാൻ എന്നെ അതുപോലെ ആക്കിയെടുത്തു. കോസ്റ്റ്യൂമർ ധന്യ ചേച്ചി എന്നെ ആ കോസ്റ്റ്യൂമും ചെയ്തു. മേക്കപ്പ് മാൻ സുധി സുരേന്ദ്രൻ എന്ന് പറയുന്ന മേക്കപ്പ് മാനാണ്. പുള്ളി അതുപോലെ തന്നെ ആ ഫേസൊക്കെ അതുപോലെ മാറ്റിയെടുത്തു. ലെൻസും പാടും ഇതൊക്കെ ഫോട്ടോസ് ഉണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവരുടെ ഇതായിട്ട് അവരാണ് അതിന്റെ ക്രെഡിറ്റ് ശരിക്കും അവർക്ക് തന്നെയാണ്. ഇതുപോലെ ലാലേട്ടനും ഒരു നെഗറ്റീവ് ക്യാരക്ടറിലൂടെ വന്നത്. ഏത് പൊസിഷനിൽ എത്തണം എന്നാണ് മലയാള സിനിമയിൽ ആഗ്രഹം? അങ്ങനെ പൊസിഷൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം, അത്രയേ ഉള്ളൂ. ആളുകളിലേക്ക് നല്ല വേഷങ്ങൾ ചെയ്ത് എത്തിക്കണം എന്നല്ലേ, നിലയിലെത്തണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. നല്ല വേഷങ്ങൾ ചെയ്ത് എല്ലാവരെയും ഒരു ഇൻസ്പിറേഷൻ അല്ല എന്തെങ്കിലുമൊക്കെ ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നല്ല വലിയ നിലയിലെത്തണം, ഓഫ്കോഴ്സ് നിലയിലെത്തണം എന്നുണ്ടാവും. പക്ഷെ ഈ പറയുന്ന പോലത്തെ ഒരു സംഭവം ഇല്ല. തിലകൻ സാറുമായിട്ടുള്ള അപ്പൂപ്പനെന്നാണ് വിളിക്കുന്നത്? അല്ല, അച്ചാച്ചനായിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് ഷെയർ ചെയ്യാവോ? കുറെ ഉണ്ട്. ഞാൻ ആദ്യത്തെ കൊച്ചുമാനാണ് പുള്ളിയുടെ സെറ്റിലൊക്കെ പോകുന്നതും. പിന്നെ എനിക്ക് തോന്നുന്നത് കേശു എന്നാണല്ലേ വിളിക്കുന്നത്? അതെ, അച്ഛൻ്റെ പേര് PS കേശു എന്നാ. അങ്ങനെയാണ് എനിക്ക് അച്ഛൻ തന്നെ എനിക്ക് കേശു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരായിട്ട് പറ്റുന്ന ഫാമിലിയിൽ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ചെറുതിലെ പുള്ളിയുടെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ടൊക്കെ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് റിമോട്ടൊക്കെ എടുത്ത് ഞാൻ ഫ്ലാറ്റിന്റെ ബാൽക്കണി താഴോട്ടൊക്കെ എടുത്ത് അറിയുക, റിമോട്ട് കാണത്തില്ല. അപ്പൊ പുള്ളി അവിടെ കസര റാസ്കൽ എന്നൊരു വിളിയുണ്ട്. അങ്ങനെ എനിക്കതൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ട്, പുള്ളിയുടെ ഒരു റാസ്കൽ വിളിയൊക്കെ. ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ചേച്ചന്റെ? ഗോഡ് ഫാദർ, കിലുക്കം, കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതൊക്കെ. ഗോഡ് ഫാദറൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഗേറ്റ് പൊളിച്ചിരുന്ന സീനില്ലേ, അതൊക്കെ ഞാൻ പലതവണ റിവൈൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് വരും. ഇപ്പൊ അന്നൊന്നും BGM ഒന്നും ഇല്ല. BGM ഒന്നും ഇല്ലാതാണ് അന്നൊക്കെ അവർ അത്രയും മാസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് BGM ഒക്കെ ഇട്ട് കാണുമ്പോൾ ഒരു സുഖം. പുലിക്കുടുംബത്തിൽ ഒരു പൂച്ചക്കുഞ്ഞ് പറക്കത്തില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഇല്ല അങ്ങനെയൊക്കെ പറയുമ്പോ? സന്തോഷമുണ്ട്. പിന്നെ അങ്ങനൊന്നും പറയാനൊന്നുമില്ല. ഞാൻ എന്നെ കൊണ്ടാ എനിക്ക് ക്യാരക്ടർ കണ്ടപ്പോൾ ഞാൻ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്താ പിന്നെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് ഒരുപാട് ഫീൽ. പ്രത്യേകിച്ച് ഡബിങ്ങിലൊക്കെ ആണെങ്കിലും എനിക്ക് വിഷമമുണ്ട്, കുറച്ചുകൂടെ ചെയ്യായിരുന്നു. ഡബിങ് ചെയ്ത സമയത്ത് മൈക്കിൽ എങ്ങനെ നിൽക്കണം എനിക്ക് ഒന്നും അറിയാം. ഇപ്പൊ അഭിനയിക്കുന്നത് ഞാൻ അച്ഛൻ ചെയ്യുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്, ലൊക്കേഷനിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഡബ് ചെയ്യുന്നതും ആദ്യമായിട്ടല്ലേ? പക്ഷെ ഡബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡബ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബോറടിയുള്ള പരിപാടിയാണ്. ഐ മീൻ ഡബ് ചെയ്യുന്നവർക്ക് ഓക്കെയാണ്, പക്ഷെ കണ്ടു നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബോറടിക്കും സാധനം. കൊച്ചിലേക്ക് ഞാൻ ഡബിങ് പോകുമ്പോഴും ഞാൻ പലപ്പോഴും ആയിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പാടുള്ള പരിപാടി ഡബിങ് ആട്ടോ. ഞാൻ ഇപ്പൊ അഭിനയിക്കുകയും ചെയ്ത് ഡബ് ചെയ്തുകൊണ്ടും പറയും ഏറ്റവും പാട് എനിക്ക് എൻ്റെ ഇതിൽ ഏറ്റവും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടത് ഡബിങ് തന്നെയാണ്.
അപ്പം എനിക്ക് സിനിമ കണ്ടപ്പോൾ അയ്യോ ഞാൻ ഇത് എന്ത് കിടിലം ആക്കായിരുന്നില്ലേ, എന്തോരം ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സാധനം ഡബിങ്. അഭിനയത്തിൽ എനിക്ക് ഒരുപാട് തോന്നി, അവിടെയൊക്കെ തോന്നിയെങ്കിലും ഡബിങ്ങിന് എനിക്ക് ഒരുപാട് എനിക്ക് ഫോൾട്ടുകൾ തോന്നി എനിക്ക് എൻ്റെ കണ്ടപ്പോൾ. ഇനിയിപ്പം വേറെ ഓഫർ വല്ല വന്നോ? വന്നിട്ടുണ്ട്. തുടങ്ങിയോ ഷൂട്ട്? ഇല്ലില്ല, മാർക്കോ ഇറങ്ങിയതിന് ശേഷവും വന്നു, ഇറങ്ങുന്നതിന് മുന്നേ വന്നിട്ടുണ്ട്. അത് എനിക്ക് ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഷൂട്ട് തുടങ്ങുന്നത്. എൻ്റെ പണ്ട് മലയാള സിനിമയിൽ കുറച്ച് പേർക്ക് മാത്രമേ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ കഴിവുള്ളവരെല്ലാം മുമ്പോട്ട് പോവുകയാണ്. എക്സാമ്പിൾ നമ്മുടെ ഉണ്ണിമുന്തൻ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഉണ്ണിച്ചേട്ടൻ മാർക്കോ എന്ന് പറയുന്ന പടത്തിലിട്ട ഡെഡിക്കേഷൻ, പുള്ളി ആ ട്രാൻസ്ഫോർമേഷൻ ശരീരം കൊണ്ടാണേലും പുള്ളി തുടക്കം മുതൽ അവസാനം വരെ സീനിലുണ്ടല്ലോ. പിന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ പുള്ളി അതിനകത്ത് ഇടുന്ന എഫേർട്ട്, ഫൈറ്റൊക്കെ ഗംഭീര ഫൈറ്റ്. ചില ഒരു സീനുണ്ട് അതിനകത്ത് ഞാനിങ്ങനെ നോക്കി, ഞാനിങ്ങനെ എൻ്റെ ക്യാരക്ടർ തന്നെ നിൽക്കുവാണെങ്കിലും ഞാൻ ആ ഒരു സ്ട്രൈറ്റ് ഫേസ് കൊണ്ട് നോക്കി നിൽക്കുവാണെങ്കിലും പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മേ ഇങ്ങനെ എന്തായി കാണിച്ചിരിക്കുന്നത്, അങ്ങനെ ശരിക്കും എൻ്റെ മനസ്സിൽ കൂടെ പോയത്. ഞാൻ ഇങ്ങനെ വാർന്ന് മനസ്സിൽ വായം പൊളിച്ചിരിക്കുമായിരുന്നു, എന്താ ഇത് കാണിച്ചിരിക്കുന്നത്, എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത്. അത് ഗംഭീരം തന്നെയാണ്. ഞാൻ പല സമയത്ത് ഞാൻ മാത്രമല്ല അവിടെ എല്ലാവരും വായം പൊളിച്ചിരുന്ന് ആ ഷോട്ട് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു ബോക്സിങ് ഒരു ഫൈറ്റ് ക്ലബ്ബ് പോലത്തെ, അത് എല്ലാവരും ഭയങ്കര കൈയടിയായിരുന്നു. തിലകൻ സാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നത് പണ്ട് അച്ഛനായിട്ട് ഒരുപാട് കാറിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ എല്ലാം നോർമലി അന്ന് വളരെ ചെറുതായിരുന്നു, കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഊട്ടിയിലെങ്ങാണ്ട് പോകുമ്പോൾ പുള്ളി ഇപ്പുറത്തിരിക്കുന്നത് ഞാൻ അച്ഛൻ്റെ അനിയന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കാൻ. ഇളയച്ചനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛൻ എന്നൊക്കെ. നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? അവരോടൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. നിങ്ങളോടൊക്കെ ഞാൻ അച്ഛനൊക്കെ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഓടിച്ചാടി നടക്കുമ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ ആചാരത്തൊക്കെ പേടിച്ച് അതൊക്കെയാണ്. ക്യാരക്ടർ റോള് ചെയ്യണം എന്നാണോ ആഗ്രഹം? അതോ നല്ല ക്യാരക്ടർ എന്ത് കിട്ടിയാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്തതിൽ ഒരു പോലീസ് സ്റ്റേഷൻ കിട്ടി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇഷ്ടമാണ്. അച്ഛൻ എന്തെങ്കിലും ഇത് തന്നിട്ടുണ്ടായിരുന്നോ, ടിപ്സ് തന്നിട്ടുണ്ടായിരുന്നോ? അച്ഛനോ ഇളയച്ഛനോ എന്തെങ്കിലും? അച്ഛൻ തന്നിട്ടുള്ളത് അങ്ങനെ അഭിനയത്തെ കുറിച്ച് തന്നിട്ടൊന്നുമില്ല, കൂടുതലും ക്യാമറയെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. അതേ ഉണ്ടായിരുന്നല്ലോ എനിക്ക് കുറച്ച് ഇപ്പം മാർക്കിൽ അഭിനയിക്കുമ്പോഴും കുറച്ച് എനിക്ക് മനസ്സിലാവാതെ പോയത് കാര്യം അതാണ്. കാരണം അന്ന് അച്ഛൻ പറഞ്ഞ് കുറച്ചുകൂടെ ഞാൻ കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായേനെ. കാരണം അഭിനയിച്ച് ഞാൻ ചെയ്തു, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ ഓരോ ലെൻസിലും ഓരോന്നായിട്ടുണ്ട്. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ അത് അച്ഛൻ പറഞ്ഞു തന്നേ കുറച്ചുകൂടെ ഞാൻ കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എനിക്ക് അന്ന് തോന്നി, നല്ല അഭിനയിച്ചപ്പോൾ തോന്നി എനിക്ക്. ഇളയച്ചൻ പറയുന്നുണ്ടായിരുന്നു 1 വയസ്സ് മുതൽ ഞാൻ ഈ കൊല്ലം ടൗണിലൂടെ അവനെ ഇരുത്തിക്കൊണ്ട് പോകുന്ന ആളാണ്. എങ്ങനെ ഇളയച്ചൻ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പുള്ളി വിളിച്ചു പറഞ്ഞിരുന്നു, കൊച്ച ഇതുപോലെ മാർക്കോ ഉണ്ണിച്ചേട്ടൻ്റെ പടത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ പോവുകയാണ്. പുള്ളിയുടെയൊക്കെ ബ്ലെസ്സിങ്സ് മേടിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. എന്നിട്ട് ഓക്കെ, എന്നിട്ട് നീ എല്ലാം നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. ഇളയച്ചൻ സിനിമ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരം വിളിച്ചിരുന്നു, അപ്പൊ അന്നേരം കണ്ടിട്ടില്ലായിരുന്നു. എന്നും തുറന്നു പറയാനുള്ള തൻ്റെ ഉണ്ടായിരുന്നു, അച്ഛനാണെങ്കിലും അച്ചാച്ചനാണെങ്കിലും ഇളയച്ചനാണെങ്കിലും. അപ്പം ആ ഒരു ക്യാരക്ടർ കരിയറിലേക്ക് ഗുണം ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്റെ കരിയറിലേക്ക്? അത് അവരുടെ കരിയർ അല്ല, പൊതുവെ തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞതിനെപ്പറ്റി അത് അവരുടെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ അഭിപ്രായം ഒന്നും പറയാറില്ല. അത് ഓരോരുത്തരോരോ രീതി, എന്റെ രീതി അതല്ല, ഞാൻ എന്റെ രീതിയിലാണ്. നെപ്പോക്കിടുന്ന ടാഗ് ലൈനെ പേടിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല, പേടിക്കുന്നൊന്നുമില്ല. കാരണം കഴിവുണ്ടെങ്കിൽ നെപ്പോക്കിട്ടാണെങ്കിലും അല്ലെങ്കിൽ പിടിച്ച് നിൽക്കുക. അവിടെ ഏത് ഫീൽഡ്, അഭിനയം തന്നെയല്ലോ, ഏത് ഫീൽഡാണെങ്കിലും നെപ്പോക്കിട്ടാണെങ്കിലും അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിലും എവിടെയും ഇത് പോവുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് കഴിവുണ്ടെന്നല്ല, ഞാനിപ്പോ ഒരു ലെവൽ 1 നിൽക്കുന്നതേ ഉള്ളൂ. ഇനി അവിടെ കയറി വരണം, പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വരണം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ലല്ലോ, മാരീഡല്ല. എന്താ വൈകുന്നത്? കുറച്ചുകൂടെ എന്താ പറയാ, സെറ്റിൽ ആയതിനു ശേഷം നോക്കുന്നുള്ളേ. വീട്ടിൽ നിർബന്ധിക്കാറുണ്ടോ? ഒന്നുമില്ല. അമ്മ എങ്ങനെയാ സപ്പോർട്ടീവ് എന്ന് പറഞ്ഞില്ലേ? ഈ സിനിമയിലോട്ട് വരാൻ ഇത് അവസരം കിട്ടിയപ്പോ എന്താ പറഞ്ഞ അമ്മ? അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത് വിട്ടത് അമ്മ തന്നെ. പുഷ് ചെയ്ത് വിട്ടത് കഴിഞ്ഞാൽ സിനിമയിൽ കയറാൻ പുഷ് ചെയ്തല്ല, സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഈ ശാരീരികമായ ട്രാൻസ്ഫോർമേഷൻസ് അതിനൊക്കെ അതിനാണ് എല്ലാത്തിനും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട്, ഒരു പില്ലർ ഓഫ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അച്ഛനാണെങ്കിലോ? അച്ഛൻ അങ്ങനെ ഓഫ്കോഴ്സ് അച്ഛന് ഇഷ്ടമാണ്, ആഗ്രഹമുണ്ട്, ബട്ട് അങ്ങനെ ഒന്നും നീ അങ്ങനെ ചെയ്യേണ്ട ഇത് ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടി ഇന്നത് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എന്തുകൊണ്ടായിരിക്കും നേരത്തെയൊക്കെ പിന്നെ വിടാതിരുന്നത് സിനിമയിൽ അവസരം വന്നിട്ട്? അച്ഛൻ എനിക്ക് പണ്ടോട്ട് ആഗ്രഹിക്കും. കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ 2016 പാസ് ഔട്ട് ആയത്. അച്ഛനോട് പറഞ്ഞായിരുന്നു ഞാൻ സിനിമയിലോട്ട് വന്നാൽ? ഇല്ല, അങ്ങനെ ആഗ്രഹമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓഫ്കോഴ്സ് അച്ഛൻ അറിയാം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. ഞാൻ പല ഇന്റർവ്യൂവിലും ഇതിന് മുന്നേ വന്നിട്ടുള്ള വനിതയ്ക്കകത്തൊക്കെ ഇതുപോലെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകളാണെങ്കിലും ഇപ്പം എൻ്റെ ഫോട്ടോ, എൻ്റെ ബർത്ത്ഡേ ഫോട്ടോസ് അച്ഛൻ ഇടുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനുണ്ടായിട്ട് എന്തിനു വിടുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
അച്ഛനെ ഞാനങ്ങനെ അച്ഛൻ എനിക്കൊരു പടത്തിൽ അഭിനയിക്കണം അങ്ങനൊന്നും അച്ഛനെടുത്ത് അങ്ങനൊന്നും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ഒരു തവണ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരിക്കലും നിന്നെ കയറ്റി വിടത്തില്ല, നിനക്ക് നിന്റെ കഴിവുണ്ടെങ്കിൽ നീ കറിക്കും. പിന്നെ അച്ഛൻ കയറ്റിയിട്ട് ഞാൻ ഒരു നെപ്പോക്കിട്ട് പേര് വരും എന്ന് വെച്ചിട്ടായിരിക്കാം. ഇത് ഡയറക്റ്റ് ഇങ്ങനെ വരുമായിരുന്നോ? എന്നെ ഉണ്ണിച്ചേട്ടൻ ഒരു ദിവസം ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ഇതുപോലെ ഹായ് അഭിമുഖ ഉണ്ണി മുകുന്ദൻ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. പിന്നെ അതിനുശേഷം ഹനീഫ് സാറിനെ വന്ന് കണ്ടു, പിന്നെ അങ്ങനെ പോകുമായിരുന്നു. മാർക്കോ സിനിമയിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ ഇതൊരു വലിയ ഓഫ്കോഴ്സ് അതൊരു വലിയൊരു ഒരു റോള് തന്നെയായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയൊന്നും എനിക്കില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഈ ക്യാരക്ടറിനെ പറ്റി എൻ്റെ അടുത്ത് ഹനീഫ് സാറ് പറഞ്ഞപ്പോഴും ഞാൻ വീട്ടിൽ കണ്ണാടിയുടെ മുമ്പ് ഇരുന്ന് ആ ഒരു ഇപ്പൊ നിങ്ങൾക്കെല്ലാം അവർ വല്ലതും പറഞ്ഞാൽ നോട്ടവും അതും ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ണാടി തന്നെ ഇരുന്ന് ഞാൻ ഡെവലപ്പ് ചെയ്ത് ലുക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ തന്നെ നോക്കി ചെയ്തത് തന്നെയാണ്. അങ്ങനെ ഒരു പേടിയായിട്ടൊന്നും ഇല്ലായിരുന്നു. ഭാവി വധുവിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അങ്ങനൊന്നുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഇല്ല. അന്നേരം ആലോചിക്കുമ്പോ കോളേജിൽ പഠിക്കുമ്പോഴൊന്നും തോന്നിട്ടില്ല ആരോടും ക്രഷ് തോന്നിട്ടില്ല? അതിന്റെ വഴിക്ക് പോയി, അതേ ഉള്ളൂ. ഇപ്പം ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിനെ ആക്ഷൻ ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് കേട്ടായിരുന്നു. അപ്പം അതുപോലെ അഭിമന്യുവിന്റെ അഭിപ്രായത്തിൽ ആര് ആക്ഷൻ ഹീറോ ആയിട്ട് വരണം എന്നാണ് യുവനടന്മാരില്? എനിക്ക് ഉണ്ണിച്ചേട്ടൻ്റെ ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ആദ്യം പേര് ആ ഒരു ഓറ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ഓറ എന്ന് പറയുന്നത് അത് ഭയങ്കരമായിരുന്നു അതിനകത്ത് തന്നെ. പിന്നെ രാജുവിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ഫിലിമിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടല്ലോ, അപ്പം ഏറ്റവും ഡിഫിക്കൽട്ട് തോന്നിയ ഒരു സീൻ ഏതായിരുന്നു സിനിമയിൽ? അത് 2-3 സീനുണ്ട്. അതിൽ എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത ഒരു സീനുണ്ട്. അത് സിനിമ കണ്ടവർക്ക് അധികം സ്പോയിൽ ചെയ്യുന്നില്ല. ആ ഒരു പോർഷൻ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അത് ഇങ്ങനെ ഒരു പെട്ടി തുറക്കം കണ്ട് പേടിക്കുന്നത്, അത് ഞാനൊരു 6 ടേക്ക് വരെയൊക്കെ പോയി. പിന്നെ ഉള്ളതൊന്നും കുഴപ്പമില്ല. പിന്നെ ഫൈറ്റ് സീനിലായിരുന്നു എനിക്ക് കുറച്ചുകൂടെ പാടുണ്ടായിട്ട് വന്നത്. പിന്നെ അതേ ഉള്ളൂ, ഈ ഒരു 2 ഇതിൽ മാത്രമേ ഉള്ളൂ, ഈ എന്താണ് ഫൈറ്റിലും പിന്നെ ഈ ഫസ്റ്റ് ഇതും അതേ ഉള്ളൂ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങ് പോയി. അന്യഭാഷ പോസിറ്റീവ് റിവ്യൂസ് ആവുന്നത് കണ്ടായിരുന്നോ? മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ, ഹിന്ദിയിൽ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തമിഴിൽ അവരുടെ തമിഴ്നാട്ടിലുള്ള കുറെ പേര് മെസ്സേജ് ഇന്ത്യൻ വില്ലൻ എന്നൊക്കെയാ പറയുന്നത്. തമിഴ്നാട്ടിലൊരു കുറെ പേര് എന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നീ എന്നെ പണിട്ടിടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചു. വില്ലനും അപ്പുറം എന്നൊക്കെയാ പറയുന്നത്. കുറച്ച് കമന്റ് വായിക്കട്ടെ. ആക്ടിങ്, ലുക്ക്, സൗണ്ട്, ഫൈറ്റ് എന്താ പറയുന്നത്? ഫൈറ്റ് അധികം അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പോർഷനാണ് അത്. പിന്നെ ആക്ടിങ്ങിലും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ലെവൽ 1 നിൽക്കുന്നില്ല. പിന്നെ പയ്യെ കൂട്ടി ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഇപ്പൊ എനിക്കൊരു ഐഡിയ ആയത് എന്താണ് അഭിനയം എന്നൊക്കെ ഇപ്പൊ ഐഡിയ ആയത്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ഇപ്പൊ ഞാൻ എന്താ പറയുക, മിസ്റ്റേക്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അടുത്ത പടത്തിൽ കുറച്ചൊരു മിസ്റ്റേക്സ് ഒക്കെ മാറ്റി, പ്രേക്ഷകർക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ മാറ്റി നന്നായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ ഞാൻ 1-2 പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ അടുത്ത പടത്തിൽ ഞാൻ ആ മിസ്റ്റേക്സൊക്കെ മാറ്റി നന്നായിട്ട് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഞാൻ വാക്ക് കൊടുത്തു. അത് അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നില്ല. അതിനകത്ത് ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടും എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞു സോറി അടുത്ത പടത്തിൽ ഞാൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞാൽ എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരവരുടെ നിലപാട് പറയുന്നത്. ആദ്യം കണ്ടപ്പോൾ സണ്ണി വെയിനാണെന്ന് വിചാരിച്ചു, പടം കണ്ടിറങ്ങിയപ്പോ മനസ്സിലായത് സണ്ണി ചേട്ടൻ എന്താന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് സണ്ണി ചേട്ടൻ ചെറിയ ലുക്കുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള ഞാൻ സൈഡ് ലുക്കുണ്ട്. ആണോ? ഫോട്ടോ പണ്ട് താടി ഉണ്ടായിരുന്നു അല്ലേ? നല്ല ഇതുണ്ടല്ലോ നേരത്തെ ഉള്ള ഫോട്ടോയിലെല്ലാം അച്ഛന്റെ കൂടെ ഒരു മുടി ഉണ്ടായിരുന്നു. എന്നെ ഹനീഫ് സാർ വിളിച്ചപ്പോ തന്നെ ഫസ്റ്റ് ചോദിച്ചത് ആ മുടി നിനക്ക് മുടിയുണ്ടോന്ന്. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ 3 ദിവസം മുന്നേ മുടി വെട്ടി. പിന്നെ അവർക്ക് മുടിയുള്ള ഒരാളെ വേണം എന്നതായിരുന്നു ആഗ്രഹം. പിന്നെ മുടി പിന്നെ ഈ ഇപ്പൊ സിനിമയിൽ കണ്ട രീതിയിലാണ് പിന്നെ ചെയ്തത്. പിന്നെ സണ്ണി ചേട്ടന്റെ എന്താന്നറിയില്ല, ഒരുപക്ഷെ ഈ ക്യാരക്ടറിനകത്ത് താടി അങ്ങനെ വെച്ചേക്കുന്നുണ്ടായിരിക്കും, കാരണം കട്ടൊക്കെ വെച്ചിരിക്കുമല്ലേ, ഇപ്പൊ അത്ര ഇല്ലല്ലോ. ഇവരുടെ ഫാമിലിയിലെ എല്ലാവരുടെയും ശബ്ദം ഒരേപോലെ തോന്നിയിട്ടുണ്ടോ? സിമിലാരിറ്റി കട്ടിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛന്റെ ഒന്ന് സൗണ്ടിന്റെ അത്രയും ആ ഒരു ഡെപ്ത് എനിക്കില്ല. എന്തെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ സൗണ്ട് ഇതിനു വേണ്ടി? ഇങ്ങനെ ഇപ്പം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അങ്ങനെ അച്ഛനതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, തണുത്ത കുടിക്കാൻ പാടില്ല. ഞാൻ എല്ലാം കിട്ടുന്ന കരുതി എനിക്ക് അങ്ങനെ. പാട്ട് പാടുവോ? ഇല്ല, ഞാൻ വരയ്ക്കുമായിരുന്നു. ഇപ്പൊ
ഫുൾ കമ്പ്യൂട്ടറിൽ ആണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ വരച്ചത്. ഫേസ്ബുക്ക് ഇട്ടുണ്ട്. ഞാനൊരു +1 പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഈ ഹൗസ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഹൃത്തിക് റോഷന്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എനിക്ക് അച്ഛൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മകൻ വരച്ചതെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ, പഠിച്ചവരൊക്കെ പണ്ട് സ്കൂളിലൊക്കെ? ഒരുപാട് പേര് ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ മെസ്സേജ് അയച്ചു, വിളിച്ചു. ടീച്ചർമാരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് എൻ്റെ പൂർവ്വ സ്റ്റുഡൻ്റ് എന്നൊക്കെ പറഞ്ഞ്, വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർമാരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ചാച്ചന്റെ പണ്ടത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ, സ്കൂൾ ടൈമിലുള്ള ഒരു ഫോട്ടോ ഈയിടയ്ക്ക് വൈറലായിരുന്നല്ലോ. അച്ചാച്ചന്റെ അതേപോലെ ലുക്കൊക്കെയാണെന്ന് പറയുന്നു. ഞാൻ കൂടുതൽ അമ്മയെ പോലെ ഇരിക്കുന്നത്. ചാച്ചനും ഇളയച്ചനും അച്ഛനും നേടിയെടുക്കാൻ പറ്റാത്തതെല്ലാം മലയാള സിനിമയിൽ അഭിമന്യുവിലൂടെ നേടിയെടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, അച്ഛനും എൻ്റെ അച്ഛനായാലും അച്ഛനാണേലും തന്ന അതേ ഒരു സ്നേഹം, അതായത് നിങ്ങൾ ഓഡിയൻസ് അവർക്ക് കൊടുത്ത അതേ ഒരു സ്നേഹം എനിക്കും തരണം, സപ്പോർട്ട് വേണം എന്ന് എനിക്ക് അവരോട് പറയാനുള്ളൂ. ജീവിതത്തിലും അതുപോലെ തന്നെ കരിയറിലും ഉയർച്ചകൾ എന്നും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.